മിനിറ്റുകൾക്കുള്ളിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? എന്ന ഫോൺ വഴി അത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. ഇതുപോലുള്ള കൂടുതൽ കണ്ടന്റുകൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ ഞാൻ K-Smart ആപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഓൾറെഡി ഞാൻ ലോഗിൻ ചെയ്തതുകൊണ്ടാണ് ഈ ഒരു ഫോമാറ്റിൽ ഇത് കാണിക്കുന്നത്. ഇതിൽ ക്രിയേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആധാർ നമ്പർ വെച്ചിട്ട് ഇതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ആധാറും മൊബൈൽ നമ്പറും തമ്മിൽ ലിങ്ക് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് OTP പോവും. അതുവഴിയേ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇനി ട്രൈ അനദർ വേ കൊടുക്കുമ്പോൾ നമുക്ക് ഡോക്യുമെൻസിൻ്റെ ലിസ്റ്റ് കിട്ടും. പാൻ കാർഡ്, ലൈസൻസ് എന്നിവ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷെ അവർ കൂടുതലും പറയുന്നത് ആധാർ വെരിഫിക്കേഷൻ ആണ് പറയുന്നത്. ഇനി മൊബൈൽ നമ്പർ ആഡ് ചെയ്ത് എൻ്റർ ചെയ്യുക. അപ്പോൾ ഞാൻ മൊബൈൽ നമ്പർ കൊടുത്തപ്പോൾ OTP എനിക്കിവിടെ കിട്ടി. അത് ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ലോഗിൻ. ഇനി ഇതിൽ ക്വിക്ക് സർട്ടിഫിക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കുക. ഇതിൽ ഞാൻ അഡ്വാൻസ് സെർച്ചാണ് പ്രിഫർ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഡിസ്ട്രിക്റ്റ് കൊടുക്കേണ്ടത് ഏത് സ്ഥലത്താണോ നമ്മൾ ജനിച്ചത് ആ ഒരു സ്ഥലം വരുന്ന ഡിസ്ട്രിക്റ്റാണ് കൊടുക്കേണ്ടത്. അതായത് ഇപ്പം നമ്മളൊരു ഏത് ഹോസ്പിറ്റലിലാണോ ജനിച്ചത് ആ ഒരു ഹോസ്പിറ്റൽ ഏത് പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണോ വരുന്നത് ആ ഒരു ഡിസ്ട്രിക്റ്റാണ് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ആലപ്പുഴയാണ് സെലക്ട് ചെയ്യുന്നത്. ഇതിൽ ലോക്കൽ ബോഡി എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റി ആണോ പഞ്ചായത്താണോ കോർപ്പറേഷൻ ആണോ എന്നാണ് ചോദിക്കുന്നത്. ഞാനിവിടെ മുനിസിപ്പാലിറ്റി സെലക്ട് ചെയ്യുന്നു. ഇനി ഏത് മുനിസിപ്പാലിറ്റിയിൽ ഏത് സ്ഥലത്താണോ നിങ്ങൾ ജനിച്ചേക്കുന്നത് അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ വരുന്ന മുനിസിപ്പാലിറ്റിയുടെ ലിസ്റ്റ് ഇതിൽ ഉണ്ട്. അത് നിങ്ങൾ ഏതാണോ നിങ്ങളുടെ സ്ഥലം അത് സെലക്ട് ചെയ്യുക. ഫീമെയിൽ, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. ഇനി അമ്മയുടെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ചില ബർത്ത് സർട്ടിഫിക്കറ്റിൽ നമ്മുടെ അമ്മയുടെ കറക്റ്റ് സ്പെല്ലിങ് മിസ്റ്റേക്സ് വരാം. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് കിട്ടിയില്ലായിരിക്കും. അതുകൊണ്ട് ആദ്യത്തെ 3 അക്ഷരം എന്തായാലും അത്യാവശ്യമാണ്. അതുകൊണ്ട് അത് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് സെർച്ച് റിസൾട്ടിൽ നമ്മുടെ ഡീറ്റെയിൽസ് കിട്ടും. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വ്യൂ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. അത് നമുക്ക് ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്.